ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കിനി അങ്ങനെ പോലൊരു പ്രതീക്ഷ ഉണ്ടാവുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ വിഷമിക്കണ്ട, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അച്ഛനും ആ കുടുംബം എനിക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും. പ്ലാസ്മ മാത്രമല്ല, എന്റെ ജീവൻ വരെ എന്റെ നന്ദേട്ടന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ജീവിതത്തിൽ ഞാൻ ഇനി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഞാൻ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവില്ല. അദ്ദേഹത്തിന്റെ ജീവൻ ഞാൻ രക്ഷിക്കും. എന്റെ പൊന്നുമോളെ, എനിക്കുള്ളത് മുഴുവൻ നിനക്ക് തന്നാലും നിന്റെ ഈ നന്മയ്ക്ക് അതൊന്നും പകരമാവില്ല. എനിക്ക് മറ്റാരെക്കാളും വലുത് ഇപ്പൊ മോള് തന്നെയാ. എനിക്കിനി നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു മക്കളും മരുമക്കളും എല്ലാം. നന്ദന്റെ ജീവിതത്തിലേക്ക് ഇനി നീയല്ലാതെ മറ്റൊരു പെണ്ണും വരില്ല. ഇത് അച്ഛൻ നിനക്ക് തരുന്ന വാക്കാ. കിളവൻ വീണു. എന്റെ അഭിനയം കണ്ട് ഫ്ലാറ്റായി. എല്ലാം സത്യമാണെന്നങ്ങ് വിശ്വസിച്ചു. ഇത് മതി. ഇയാളെ കോമാളിയാക്കി മുന്നിൽ നിർത്തി ഞാൻ എല്ലാം നേടും. നെല്ലിശ്ശേരി വീട് ഇനി അവന്തികയുടെ വീടായിട്ട് മാറും. അർച്ചനെ ഞാൻ എന്റെ കാൽച്ചുവട്ടി വരുത്തും. അവളെ കൊണ്ട് എന്റെ പാദസേവ ചെയ്യിക്കും. ചെങ്കൽ മധു. അവനെതിരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? പാവച്ചൻ ആകെ തകർന്നു പോയിരിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ പോലും അച്ഛനോട് മോശമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇതിപ്പോ വീട്ടിൽ കയറി ആക്രമിച്ച് അച്ഛനെ തല്ലി, എല്ലാവരും ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത് ശരിയാണോ സച്ചേട്ടാ? ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. എത്ര വലിയ ഗുണ്ടയായാലും നിയമത്തിന് മുകളിലൊന്നും അല്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയില് നമ്മൾ അവനെതിരെ കേസ് കൊടുക്കുന്നത് പ്രശ്നങ്ങള് കൂടുതൽ വഷളാക്കാൻ ഉപകരിക്കുന്ന എനിക്ക് തോന്നുന്നത്. കാരണം കൊല്ലപ്പെട്ടത് അവന്റെ സഹോദരിയെ, അതും ഗർഭിണിയായ ഒരു പെൺകുട്ടി. അനൂപേട്ടനെ പോലീസ് കൊണ്ടുപോയതുകൊണ്ട് അവര് വീട് ആക്രമിച്ചു, അച്ഛനെ ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷേ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഒരു കേസ് കൊടുക്കുന്നത്? ഇതുകൊണ്ടെല്ലാം അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യത്വമില്ലാത്ത ക്രിമിനൽസ് അവര്. ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂന്നാ എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് നിയമത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. എങ്ങനെയെങ്കിലും അവനുമായ ഒരു സെറ്റിൽമെന്റിൽ എത്താൻ പറ്റുമെങ്കിൽ അതാ ഏറ്റവും നല്ലത്. എങ്ങനെ? ആ ഗുണ്ടകളോട് ആരാ സംസാരിക്കുക? നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം.